1 കോടി രൂപ ഒരു ശരാശരി മലയാളിയോട് ചോദിച്ചാൽ ഇതൊരു വലിയ സ്വപ്ന സംഖ്യയാണ് അല്ലേ? നമ്മളെ പോലെയുള്ള മധ്യവർഗക്കാർക്ക് എവിടെയാണ് കോടിയൊക്കെ കിട്ടുക എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ 2026 ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻവെസ്റ്റർമാരുടെ കരുത്ത് വെച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാസം വെറും 5000 രൂപ മാറ്റിവെക്കാൻ കഴിയുന്ന ആർക്കും ഈ 1 കോടി രൂപ എന്ന ലക്ഷ്യം വളരെ സുഖമായി നേടാം. അതെങ്ങനെയാണെന്ന് ഡാറ്റയുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് പരിശോധിക്കാം. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനും കാണണം, കാരണം ഇത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. കണക്കുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള 1 കോടി രൂപയുടെ മൂല്യമല്ല ഇനി വരാൻ പോകുന്ന 15-20 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുക. പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കാരണം പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ബാങ്ക് FDയിലോ പരമ്പരാഗത ഇൻഷുറൻസ് പോളിസികളിലോ പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് പരമാവധി 6% മുതൽ 7% വരെ മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ. ഇത് ഇൻഫ്ലേഷനെ തോൽപ്പിക്കാൻ ഒട്ടും തികയില്ല. ഇവിടെയാണ് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ ആശ്രയിക്കേണ്ടത്. ഇനി നമുക്ക് കണക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു 15 വർഷം കൊണ്ട് 1 കോടി രൂപ വേണം എന്ന് കരുതുക. നിങ്ങൾ ഒരു സാധാരണ SIP വഴി പ്രതിമാസം 15000 രൂപ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് 12% വാർഷിക CAGR റിട്ടേൺ ലഭിക്കുകയും ചെയ്താൽ 15 വർഷം കൊണ്ട് നിങ്ങളുടെ ഫണ്ട് ഏകദേശം 75 ലക്ഷത്തിന് മുകളിലെത്തും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന തന്ത്രം സെറ്റപ്പ് SIP ആണ്. അതായത് എല്ലാ വർഷവും നിങ്ങളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നിക്ഷേപ തുകയിൽ വെറും 10% മാത്രം വർധനവ് വരുത്തുക. നിങ്ങൾ മാസം 5000 രൂപയിൽ തുടങ്ങി ഓരോ വർഷവും 10% വെച്ച് നിക്ഷേപം കൂട്ടിയാൽ, അതായത് അടുത്ത വർഷം 5500 രൂപ, അതിനടുത്ത വർഷം 6050 രൂപ എന്നിങ്ങനെ വെറും 20 വർഷം കൊണ്ട് 12% റിട്ടേൺ കണക്കാക്കിയാൽ പോലും നിങ്ങളുടെ കയ്യിലെത്തുന്നത് 1.15 കോടി രൂപയാണ്. ഇതിൽ നിങ്ങൾ ആകെ നിക്ഷേപിക്കുന്നത് വെറും 34 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി തുക മുഴുവൻ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി റീറ്റെയിൽ നിക്ഷേപകർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, ഞങ്ങൾ ഏത് ഫണ്ടിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എപ്പോഴും വൈവിധ്യവൽക്കരിച്ചതായിരിക്കണം. ഇത് നമ്മൾ കുറേയധികം വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ 50% നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുകളിലോ ലാർജ് ക്യാപ് ഫണ്ടുകളിലോ നൽകാം. 30% മിഡ് ക്യാപ് ഫണ്ടുകളിലേക്ക് മാറ്റാം. ബാക്കി 20% മാത്രം സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക്. ഓർക്കുക, വിപണിയിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ഭയന്ന് SIP നിർത്തരുത്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. 1 കോടി രൂപ എന്നത് വെറും ഒരു സ്വപ്നമല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഫലമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണി ആരംഭിക്കണം. ഈ വീഡിയോ പ്രവാസികളായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നാട്ടിലെ ശമ്പളക്കാരായ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂടുതൽ കൃത്യമായ സാമ്പത്തിക വിവരങ്ങൾക്കായി ET മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ പൂർണ്ണമായും ഒഫീഷ്യൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് യാതൊരു വിധത്തിലുള്ള നിക്ഷേപ ഉപദേശങ്ങളോ ഓഹരി വാങ്ങാനോ വിൽക്കാനോ ഉള്ള ശുപാർശയായി കാണരുത്. ഞങ്ങൾ സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസർമാരല്ല. ഓഹരി വിപണി, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ കടുത്ത നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് സ്വന്തം നിലയിൽ ഗവേഷണം നടത്തുകയോ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ സഹായം തേടുകയോ ചെയ്യുക.